ഞാനിപ്പം നേരത്തെ പറഞ്ഞില്ലേ, ഭൂമിയിലെ മാലാഖമാരെന്ന് പറയാൻ എന്തുകൊണ്ടും സിസ്റ്റേഴ്സിന് അല്ലെങ്കിൽ നഴ്സുമാർക്ക് തന്നെ പറ്റും. ഈ ലിനി സിസ്റ്റർ നിർത്തിയെടുത്തെന്നാണ് എനിക്ക് തോന്നുന്നു പ്രതിഭ ചേച്ചി അല്ലെങ്കിൽ പ്രതിഭ വീണ്ടും കുട്ടികളിലേക്ക് വന്ന് അവിടെ നിന്നൊരു ജീവിതം തുടങ്ങിയത്. നല്ലൊരു നമസ്കാരം തന്നെയാണ് കേട്ടോ. കാരണം ഈ കുട്ടികളെ, 2 കുട്ടികളെയും മോളെയും ഒരു അമ്മയായിട്ട് വീണ്ടും ഈ ലിനിസ്റ്ററുടെ കുടുംബത്തിലേക്ക് വന്ന് സജീഷേട്ടനെ കാണുമ്പോൾ അറിയാം. അതായത് ഇത്രയും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇവിടെ വന്ന് ഈ ഒരു ധൈര്യത്തോടു കൂടി ഞങ്ങളുടെ ആ ഒരു ഫാമിലിയിലുള്ള ചിരിച്ച മുഖം ഉണ്ടാകുന്നതിൻ്റെ ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലേക്ക് പ്രതിഭ വന്നത് തന്നെയാണ്. തീർച്ചയായും അത് എനിക്ക് പറയേണ്ടതായിട്ട് തന്നെയുണ്ട്. കാരണം പലപ്പോഴും പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാനൊരു സെക്കൻഡ് മാരേജിലേക്ക്, പ്രത്യേകിച്ച് ഒരുപാട് ആൾക്കാർ ഉള്ളിൽ നല്ല രീതിയിൽ നല്ല മനസ്സോടുകൂടി ലിനിയെ ഉള്ളിൽ കാണുന്ന സമയത്ത് ഞാൻ സെക്കൻഡ് മാരേജ് ചെയ്യുന്ന ഒരു വലിയൊരു അപരാധമായി കണ്ടിരുന്ന സമയം ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ അവർക്കൊക്കെ ആ ഒരു കൺസേൺ എന്ന് പറയുന്നത് മക്കളുടെ കാര്യമായിരുന്നു. മക്കൾ എന്താവുക എന്നുള്ളത്, അത് സ്വാഭാവികമായിട്ടും എനിക്കും ഉണ്ടായിരുന്നു മക്കൾ എന്ന്. പക്ഷേ ഇപ്പോൾ ഞാൻ വളരെ അഭിമാനത്തോടെ പറയും, മക്കൾ അവർക്ക് കിട്ടാൻ പറ്റുന്നതിൽ, എനിക്ക് നൽകാൻ പറ്റുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു അമ്മേനെ തന്നെയാണ് എനിക്ക് കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു സജീഷ് അല്ല, ലിനിയാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ 2 മക്കള്, മീൻസ് ഞാൻ മോളുടെ പറ്റിയല്ല പറഞ്ഞത്, 2 മക്കളും ഇവിടെ നിന്ന് അത് പ്രൗഡ്ലി ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ ആ ഒരു കോൺഫിഡൻസ് അല്ലാതെ അവരെ നമ്മുടെ ബോഡി ലാംഗ്വേജ് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഒരു ചേച്ചി കിട്ടിയില്ലേ, വേറെ എന്താ വേണ്ടേ? അതെ, ഞങ്ങളുടെ വീട്ടിൽ ശരിക്കും ഞങ്ങൾ 3 ആളും ആ ഒറ്റയ്ക്കുള്ള സമയത്ത് പൊതുവേ ഞാൻ സംസാരം കുറവാണ്, അതേപോലെ തന്നെയാണ് മക്കളുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഒരു എന്താ പറയുക, സൗണ്ട് ഹോൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കൂടെ തന്നെയാണ് മക്കളും ഇപ്പോൾ വളർന്നു വരുന്നത്. അപ്പോൾ അവർ നല്ല രീതിയിൽ അവർക്ക് ആ ഒരു ചേച്ചിയുടെ സ്നേഹവും കിട്ടിയത് കൊണ്ട് തന്നെ ഇപ്പോൾ അവർ ഭയങ്കര കൂട്ടാണ്. ഒരിക്കലും അതായത് ഇപ്പം നഴ്സിങ്ങിന് വേണ്ടിയിട്ട് മോള് പഠിക്കാൻ പോകുന്നതിൻ്റെ ഏറ്റവും കൂടുതൽ സങ്കടം ഞങ്ങളെക്കാളും കൂടുതൽ സങ്കടം അവർക്കാണ്. അതുപോലെ ഈ ഓരോ അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ നഴ്സുമാരെ പറയുമ്പോഴേ അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് അവരുടെ ഫാമിലി മെമ്പേഴ്സാണ്. കാരണം നമ്മളിപ്പോൾ കോവിഡ് വന്നു, നിപ്പ വന്നു, ആ സമയത്തൊക്കെ നമ്മൾ നമ്മുടെ വേണ്ടപ്പെട്ടവരെ പുറത്ത് വിടാതെയും അല്ലെങ്കിൽ അവരെ കെയർ ചെയ്ത് നമ്മളെപ്പോഴും വീട്ടിൽ കരുതി വെക്കും. പക്ഷേ ഒരു നേഴ്സിൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ അവർക്കൊരിക്കലും നേഴ്സിനോട് ഇന്ന് ഡ്യൂട്ടിക്ക് പോകണ്ട, അല്ലെങ്കിൽ നീ നിന്നെ സംരക്ഷിക്കുക, ഞങ്ങളുടെയൊക്കെ ആരോഗ്യം നോക്കണ്ടേ, നീ ഹോസ്പിറ്റലിൽ തിരിച്ചു വരുമ്പോൾ നമുക്കും അത് വരില്ലേ എന്നൊക്കെ പറഞ്ഞൊരു കൺസേൺ പോലും അവർക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ എല്ലാ നഴ്സുമാരുടെ ഫാമിലിക്കും ഒരു വലിയൊരു സല്യൂട്ട് തരേണ്ട ഒരു കാര്യമാണ്. നമ്മൾ കുറേ നാൾ മുന്നേ മീഡിയയിൽ കണ്ടൊരു ഫ്രെയിം ഉണ്ടായിരുന്നു, സതീഷേട്ടനും 2 പിള്ളേരുമായിട്ട് നിന്നത്. ഇപ്പം ഈ ഒരു ഫ്രെയിം കാണുമ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണല്ലോ നിങ്ങൾ മീഡിയയിൽ ഇങ്ങനെ കാണുന്നത്, ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ചിലപ്പോൾ ലിനി സിസ്റ്റർ പോലും ഈ ഒരു ആഗ്രഹിച്ചൊരു ഫ്രെയിം ആയിരിക്കും ഇത്. അത് ശരിയാണ്. ശരിക്കും ഞങ്ങൾ വീട്ടിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ഞങ്ങളെ റൂം അതായത് സെൻട്രൽ ഹാള് കംപ്ലീറ്റ് ലിനിയുടെ വലിയ വലിയ ഫോട്ടോസും കാര്യമൊക്കെയാണ് ഉള്ളത്. അതൊരിക്കൽ പോലും ഞങ്ങൾക്കൊരു സങ്കടം എന്നുള്ള രീതിയിലല്ല ഞങ്ങൾ വെച്ചത്. ഞങ്ങൾക്കുള്ളൊരു കരുത്തായിട്ട് തന്നെയാണ് ഞങ്ങൾ ആ ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ളത്. മക്കളും ആ രീതി തന്നെയാണ് കാണുന്നത്. ഒരിക്കലും അവരെ സങ്കടപ്പെടുത്തുന്നുള്ള രീതിയിലല്ല, അവർക്കൊരു കരുത്ത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഫാമിലിയിൽ ഇപ്പോൾ എന്ത് സന്തോഷം ഉണ്ടെങ്കിലും ആ സന്തോഷം ഞങ്ങൾ മാക്സിമം, അത് എന്താ പറയുക, അതൊരു നല്ല രീതിയിൽ ഏതൊരു ചെറിയപ്പോൾ ഒരു ബർത്ത്ഡേ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൊമെൻറ്റ്, ആ മൊമെൻറ്റ് എല്ലാം ഹാപ്പി ആയിട്ട് തന്നെ കൊണ്ടുപോകണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. കാരണം ഞങ്ങൾക്ക് അത്രയും വിലപ്പെട്ടതാണ് ഞങ്ങളുടെ ഫാമിലി. ഇത് പ്രതിഭയുടെ മോളായിട്ട് വന്നിട്ടുണ്ട്, ഇത് ലിനിയുടെ മക്കളായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ അവിടെ എന്ന് പറയുന്നത് ഞങ്ങളൊരു 5 പേരാണ്. അതിലത് കൂട്ടിക്കെട്ടി കൊണ്ടുപോകാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന് ഈ നിലയിൽ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ 3 മക്കളായിട്ട് തന്നെ ഇവരോട് നിൽക്കാൻ കാരണം. അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ഫാമിലി ഈ രീതിയിൽ എത്തിച്ചു കൊണ്ടുവരാൻ. അത് ഉള്ളിത്തട്ടി പറയുന്നതാണ്. സജീഷ് ചേട്ടനും മക്കൾക്കും ഇത്രയും വലിയൊരു തീരാ നഷ്ടം ഉണ്ടായപ്പോൾ ദൈവം തന്ന ഒരു അനുഗ്രഹമാണ് ചേച്ചി ഈ മോളെന്ന് പറയുന്നത്. ചേട്ടൻ്റെ മക്കൾക്കും അതുപോലെ സ്വന്തം അമ്മയെ പോലെ സ്നേഹിച്ച് ഇത്രയും സന്തോഷം കൊടുക്കുന്നതിൽ ചേട്ടന് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ്.